കുറേ കാലങ്ങൾക്ക് മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ്, ഒരു 10-30 വർഷമായി കാണും, പ്രഭാഷണങ്ങളൊക്കെ തുടരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ പാറശാല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമുള്ള കുറേ വ്യക്തികൾ, നല്ല അഡ്വക്കേറ്റുമാരും പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും, വളരെ വളരെ പൊളൈറ്റാണ്. അവർ എത്രയും അവരുടെ ഇമോഷണൽ, സോഷ്യൽ കോഷ്യൻ്റ്, സ്പിരിച്വൽ കോഷ്യൻ്റ് എന്ന് പറയാനേ സാധിക്കില്ല. അത്രയും ഹമ്പിൾ, പ്രഗത്ഭരായിട്ടുള്ള സീനിയർ വക്കീലുമാരൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് എന്നോട് പറഞ്ഞു, സാറേ, ഒന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ വന്നൊരു പ്രഭാഷണം നടത്തണം, പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് ഒരു പ്രഭാഷണം നടത്തണം. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വരാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനെന്താണ് ചിലവ് വരിക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് അവിടം വരെ വന്നിട്ട് പ്രഭാഷണം നടത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ എന്താ ചിലവ് വരിക? ഒരു ചിലവുമില്ല, വളരെ സിമ്പിളാണ്. ഞാൻ പറയാം, എനിക്കൊന്നും വേണ്ടതാണ്. സാർ, അമ്പലത്തിൻ്റെ ചരിത്രം ഒന്ന് കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞോളാം. പറഞ്ഞു, സാർ, അത്രയും റൗഡികൾ നിറഞ്ഞിരിക്കുകയാണ് സാർ. അമ്പലത്തിനകത്ത് ആരും വരാറില്ല, ഒരു പൂജാരി പോലും വരാറില്ല സാർ. പാറശാല മഹാദേവ മഹാക്ഷേത്രമാണ് സാർ. തമിഴ്നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും തിരക്കുള്ളായിരുന്ന അമ്പലമാണ് സാർ. ഞങ്ങൾ അടുത്ത കാലത്ത് റിസ്ക് ഒക്കെ എടുത്ത് പോലീസിനെയൊക്കെ അറിയിച്ച് അമ്പലമൊക്കെ തുറന്ന് ഞങ്ങൾ ശ്രീകോവിൽ നോക്കിയപ്പോഴത്തേക്കും കുറേ കുപ്പിച്ചില്ലുകൾ, ചാരായം വാറ്റൽ വരെ ശ്രീകോവിലിനകത്ത് നടന്നിരുന്നു സാർ. അതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല, പാറശാല അമ്പലക്കുളത്തിൽ അത്രയും ലിക്കർ ബോട്ടിലാണ്. അതൊക്കെ ഒന്ന് നന്നാക്കണം. സാറ് വന്നൊരു പ്രഭാഷണം നടത്തുന്നത് നമുക്ക് തുടക്കം കുറിച്ചാൽ നല്ലതാണ്. ഒരുപക്ഷെ 10-30 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. അന്ന് അതെല്ലാം കോർഡിനേറ്റ് ചെയ്ത വ്യക്തികളിൽ പലരും മരിച്ചു കഴിഞ്ഞു. അന്ന് തന്നെ അവർ വളരെ പ്രായമുള്ളവരായ സാധാരണക്കാരും ഈ അമ്പലത്തിലേക്ക് വരാറുമില്ല, അവർ തൊഴാറുമില്ല, അവരൊന്നും ചെയ്യാറില്ല, ആരുടെയും സഹായമൊന്നും കിട്ടാനില്ല. സാർ ആദ്യം വന്നിട്ട് ഒരു പ്രഭാഷണം നടത്തണം. ഞാൻ പറഞ്ഞു, ഞാൻ വരാം എന്ന് പറഞ്ഞു. അവിടെ അവരൊക്കെ തുറന്നു തന്നു. അവിടുത്തെ ഒരു പോലീസുകാരൻ സിവിൽ ഡ്രസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു മാസത്തിൽ 30 കേസുകളെങ്കിലും ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരും സാറേ. അത്രയും വാറ്റ്, ചാരായം, ഡ്രഗ്, അത്രയും തല്ലിപ്പൊളി അമ്പലമാണ് സാർ. ഇത്രയും വലിയൊരു മഹാദേവ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്നാ പോലീസുകാരനും പറഞ്ഞു. ഏതായാലും നമ്മളവിടെ ഒരു മണിക്കൂർ നമ്മുടെ ധർമ്മത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞു. പിന്നെ അവരോട് വിവരിച്ചു, ഒരു ക്ഷേത്രം പുനർനിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൽ 7 തലമുറ, 7 ജന്മം പുണ്യമാണ്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ പ്രദേശത്തിൻ്റെ നന്മകളെ ജനങ്ങളിലേക്ക് ആസ്വദിച്ച് എത്താൻ തീർച്ചയായിട്ടും ഇത് പുനരുജ്ജീവിപ്പിക്കണം. ഞാൻ കൂടെ ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും കൂടി പ്രവർത്തിക്കാം, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഒരു 1.5 മണിക്കൂർ. അത് കഴിഞ്ഞ് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് ആ പ്രഭാഷണം തീരുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുറേ പേര് വന്ന് പറഞ്ഞു, സാറേ, സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഞങ്ങളൊക്കെ ഹിന്ദുക്കളാണ്, ഇവിടെയൊക്കെ നല്ലോണം മതപരിവർത്തനം നടക്കുന്നുമുണ്ട്, ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ സാറ് പറയുന്ന രീതിയിൽ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കിതൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ഞാൻ ചോദിച്ചു, എന്താ വേണ്ടത്? അല്ല, ഒരു 1.5 മണിക്കൂർ കൂടി സാറ് പ്രഭാഷണം നടത്തണം. നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞു, പ്രഭാഷണം അവസാനിപ്പിച്ചു എന്നുള്ളതൊന്നും നോക്കണ്ട. സാറ് ആദ്യം മുതൽക്ക് തന്നെ പറഞ്ഞാലും വിരോധമില്ല, പുതിയ വിഷയം പറഞ്ഞാലും വിരോധമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലത്ത് പ്രഭാഷണം നടത്തി, അതും ഇങ്ങനെ ഇത്രയും വലിയൊരു മഹാദേവ ക്ഷേത്രം അതിൻ്റെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിൽ നിലനിൽക്കുന്ന സ്ഥലത്ത് വന്ന് പ്രഭാഷണം നടത്തി നിങ്ങൾക്കെല്ലാവർക്കും അത് വലിയൊരു സ്പിരിറ്റായിരുന്നു, വളരെയധികം പോസിറ്റീവായിരുന്നു എന്ന് അറിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും ക്ലാസ് എടുക്കാം. പിന്നെ ഒരു 1.5-2 മണിക്കൂർ വീണ്ടും ക്ലാസ് എടുത്തു. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഞാനും കൂടെ ഉണ്ടാവും. എനിക്ക് പാപ്പനംകോട് നിന്ന് പാറശാല വരെ വരാൻ വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല അന്നത്തെ കാലഘട്ടത്തിൽ. അത് കാരണം തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, ധാരാളം 2-3 അഡ്വക്കേറ്റുമാരുണ്ട്.
അത് കാരണം നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാനും ബാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരതൊക്കെ നോക്കിക്കോളും. അവർ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചോളും. നാടാർമാർ നല്ല മനസ്സുള്ളവരുണ്ട്, നായന്മാരുണ്ട്, മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ഈഴവ ആൾക്കാരെല്ലാവരും ഉണ്ട്. അവിടെ ചുറ്റുമുണ്ട്. അമ്പലത്തിന് ചുറ്റുമുള്ള റോഡൊക്കെ നല്ല റോഡാണ്. അമ്പലത്തിനകത്ത് ഇങ്ങനെയാണെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ ഒരാൾക്ക് മനസ്സിലാവില്ല. അമ്പലത്തിനകത്ത് കയറിയാലും മനസ്സിലാവില്ല. ശ്രീകോവിലും അപ്പുറത്തുള്ള കുളമൊക്കെ നോക്കിയാലേ മനസ്സിലാവുള്ളൂ. ഏതായാലും രണ്ടാമത്തെ പ്രഭാഷണമൊക്കെ കഴിഞ്ഞു. സാവധാനത്തിൽ ആൾക്കാരൊക്കെ ആക്റ്റീവ് ആവാൻ തുടങ്ങി. ശ്രീകോവിലൊക്കെ ക്ലീൻ ചെയ്തു. ഒരു ദേവസ്വം ബോർഡ് അമ്പലമാണത്. ഏറ്റവും സിമ്പിളായിട്ട് ഒരു പൂജാരിയെ കൊണ്ടുവന്ന് വിളക്ക് കത്തിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അകത്തൊക്കെ കുറേയൊക്കെ റിപ്പയർ ചെയ്തു. ദേവസ്വം ബോർഡിനെ കാര്യങ്ങളൊക്കെ അറിയിച്ച് നാട്ടുകാർ തന്നെ കുറേ പൈസയൊക്കെ എടുത്തിട്ട് അമ്പലത്തിന് ചുറ്റും അകത്തുമൊക്കെ നല്ലോണം ക്ലീൻ ചെയ്തു. പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങളൊന്നും അവിടെ ഇല്ല. എല്ലാം പവർഫുൾ കരിങ്കല്ലാണ്. അപ്പോൾ പ്ലാസ്റ്റർ വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വന്നില്ല. അതൊക്കെ ചെയ്തു. ആ കുളം ഒന്ന് വറ്റിച്ചു. ആ കുളം വറ്റിച്ചപ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഏതാണ്ട് ചെറിയ ലോറിയിൽ ഒരു ഫുൾ ലോറി ബോട്ടിലാണ് കിട്ടിയത്. ഏതായാലും അത് പൊട്ടിയതും പൊട്ടാത്തതും എല്ലാം മാറ്റി 2 ദിവസത്തെ വർക്ക് കൊണ്ട് ആ കുളം ഒക്കെ ശരിയാക്കി. പിന്നെ അമ്പലത്തിൽ ഓരോ കാര്യങ്ങൾ വഴിപാടുകളൊക്കെ പതുക്കെ വന്നു തുടങ്ങി. എങ്ങനെയാണ് നശിച്ച് അവസാനത്തെ ലെവൽ വരെയും എത്തിയ ഒരു അമ്പലം പുനർനിർമ്മിച്ചത് എന്നുള്ളത് അവിടെ അതിൽ പങ്കെടുത്ത കുറേയധികം നല്ല വ്യക്തികളൊക്കെ ഉണ്ട്. ഇത് കൂടാതെ അത്ഭുതകരമായ രീതിയിൽ അവരൊരു പ്രതിഷ്ഠാദിനം നടത്തി. പ്രതിഷ്ഠാദിനത്തിന് വഴിയേ കൂടെ പോകുന്ന ഒരു വലിയ പെന്തക്കോസ്തുകാരൻ അമ്പലത്തിനകത്ത് വന്ന് പറഞ്ഞു, ഈ പ്രതിഷ്ഠാദിനത്തിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ ഫുൾ ചെലവ് ഞാൻ നോക്കിക്കോളാം. ഒരു പെന്തക്കോസ്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, ഫുൾ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭക്ഷണവും കൂടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പ്രതിഷ്ഠാദിനത്തിന് കുറേ അധികം ആൾക്കാർ വന്നു. വളരെ ഗംഭീരമായിട്ട് പ്രതിഷ്ഠാദിനം നടത്തി. എന്നിട്ട് ഇദ്ദേഹത്തിന് ഈ പെന്തക്കോസ്തുകാരനെ അമ്പലത്തിനകത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവരും അഭിനന്ദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി ഈ അമ്പലത്തിൽ എന്തൊക്കെ വിശേഷമുണ്ടെങ്കിലും അതിലെ ഭക്ഷണം അന്നദാനം എൻ്റെ വകയാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വളരെ വളരെ നമുക്ക് അവിശ്വസനീയമായി തോന്നിയേക്കാം. അങ്ങനെ ഒരു മനുഷ്യൻ്റെ സഹായവും കൂടി ആയപ്പോൾ എല്ലാവരും, കുറേ ക്രിസ്ത്യൻസ് പ്രവർത്തിക്കാൻ തുടങ്ങി, കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ വരാൻ തുടങ്ങി. അവസാനം കമ്മിറ്റിയൊക്കെ തിരഞ്ഞെടുത്തു. നല്ല രീതിയിൽ 1, 2, 3 വർഷം കഴിയുമ്പോൾ ഒരു രുദ്ര യജ്ഞം, മഹാരുദ്രം നടത്തണമെന്ന് തീരുമാനിച്ചു. അതിൽ ആ മഹാരുദ്രത്തിന് എന്തായിരുന്നു ആൾക്കാരുടെ ഫ്ലോ, സാധനങ്ങളുടെ ഫ്ലോ, മെറ്റീരിയൽ ഡൊണേഷൻ, ആൾക്കാർ ഇതും കൊണ്ട് ആ അമ്പലം അങ്ങോട്ട് തിളങ്ങി വിളങ്ങി. പിന്നെ 11 വർഷം ഈ മഹാരുദ്രം നടത്തി. പിന്നെ അതിരുദ്രത്തിലേക്ക് കടന്നു. ഇപ്പോഴും പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ അതിരുദ്രത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒടുക്കങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും അമ്പലം റിനോവേറ്റ് ചെയ്തവരൊക്കെ മാറി. നല്ല കുറേ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അമ്പലത്തിൻ്റെ മൊത്തം ചാർജ്. അവർക്ക് ഇതിനോട് കുറേ അധികം താല്പര്യമില്ലായ്മയുണ്ട്. കാരണം ഗോപാലകൃഷ്ണൻ ഒരു RSSകാരനാണ്, ഹിന്ദു വർഗീയവാദിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിനെ കൂടുതലായിട്ട് വിളിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെല്ലാം പറയും. ഹിന്ദു ധർമ്മത്തിൽ നടക്കുന്ന അന്ധവിശ്വാസങ്ങളും പറയും, ഈ മതപരിവർത്തനത്തെക്കുറിച്ച് പറയും, ബാക്കിയുള്ളതെല്ലാം പറയും. അതൊക്കെ സമ്മതമാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അവർ പതുക്കെ പറഞ്ഞു, സാറേ അത് വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല പറഞ്ഞു. പക്ഷേ ആ കമ്മ്യൂണിസ്റ്റുകാർ ആ അമ്പലം വളരെ വളരെയധികം ഉയർത്തി, അങ്ങോട്ട് വലിയ ഗംഭീരമാക്കി. ആരും അവിടെ ഇവർ കൈയിട്ട് വാരുന്നുണ്ടെന്നോ നശിപ്പിക്കുന്നുണ്ടെന്നോ ഹിന്ദു ധർമ്മത്തെ തകർക്കുന്നുണ്ടെന്നോ ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് കേട്ടിട്ടില്ല. പഴയ നല്ല ഹിന്ദു ധർമ്മവിശ്വാസമുള്ളവരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഭരണാധികാരം പോയപ്പോഴും പാറശാല മഹാദേവ ക്ഷേത്രം നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. 30 വർഷം മുമ്പ് യഥാർത്ഥത്തിൽ അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു റിസ്ക് എടുക്കലാണ്. ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ഭീഷണിപ്പെടുത്തുക, എന്തൊക്കെയാണ് ചെയ്യുക, അത്രയും സാമൂഹ്യ വിരുദ്ധരുടെ കേളീരംഗമായിരുന്ന ശ്രീകോവിൽ മുതൽക്ക് എല്ലാ ഭാഗത്തിലും പൂർണ്ണമായിട്ട് അതിനെ ശുദ്ധീകരിക്കാനും അതിനെ നവീകരിക്കാനും സാധിക്കുന്ന വിധത്തിൽ ഒരു പ്രഭാഷണത്തിലൂടെ മാറ്റം വരുത്താൻ സാധിച്ച പുണ്യം എക്കാലവും ഓർമ്മിക്കുന്നത് മാത്രമല്ല, അവിടെ ഒരു പ്രഭാഷണം നടത്തി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാനുള്ള സമയത്ത് വീണ്ടും പ്രഭാഷണം വേണമെന്ന് പറഞ്ഞ് വീണ്ടും ഒരു 2 മണിക്കൂർ പ്രഭാഷണം നടത്തുകയും പിന്നെ അതിലുള്ള ഭരണാധികാരികളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക്
ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം മാറിയപ്പോഴും ആ ക്ഷേത്രം വളരെ വളരെ നല്ല രീതിയിൽ, വലിയ രീതിയിൽ ജനപ്രവാഹവും സമ്പത്തും അന്നദാനവും എല്ലാം കൊണ്ടും ഫ്ലറിഷ് ചെയ്യുന്ന ഒരു അമ്പലമായി മാറാൻ അഭിമാനത്തോടു കൂടി പറയുന്നു. തുടക്കം കുറിക്കാൻ ഒരു പുണ്യം കിട്ടിയത് എനിക്കാണ്. അതിലവിടെയുള്ള കുറേയധികം വ്യക്തികളെ അവർ 10-20 കൊല്ലത്തോളം വിളിക്കുമായിരുന്നു, ബന്ധപ്പെടുമായിരുന്നു. എല്ലാ രീതിയിലും അവരുടെ ആ ഓർമ്മകൾ നിലനിർത്തുമായിരുന്നു. ആ ഓർമ്മ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. നമ്മളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങൾ നിങ്ങൾ സാധിക്കുന്നിടത്തോളം ദേവപ്രശ്നം വെച്ചിട്ട് വളരെ വളരെ വലിയ എമൗണ്ട് ഒന്നും കളക്ട് ചെയ്യാൻ സാധിക്കില്ലെങ്കിൽ പോലും, അവിടെ അങ്ങനെ ദേവപ്രശ്നം ഒന്നും വെച്ചിട്ടില്ല, ഒന്നും സാധിക്കുമെങ്കിലെങ്കിലും അവിടെ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ പ്ലാസ്റ്റർ ചെയ്തിട്ട് മെയിൻ്റനൻസ് നടത്തിയിട്ട് ഒരു എന്താ പറയുക, നമ്മളുടെ ബൗണ്ടറി വാളൊക്കെ ഇല്ലെങ്കിൽ ബൗണ്ടറി വാളൊക്കെ കെട്ടിയിട്ട് ആ ക്ഷേത്രത്തെ ചൈതന്യമുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റുക. ആ ക്ഷേത്രത്തിലേക്ക് ആദ്യം ചൈതന്യം കൊടുക്കുക, എന്നിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ചുറ്റുപാടുമുള്ളവർക്ക് ചൈതന്യം ലഭിക്കാം. നിങ്ങളുടെ ഈ പ്രദേശത്ത് ആരൊക്കെ അവരുടെ അടുത്ത് ക്ഷേത്രങ്ങളുണ്ടോ അവർ നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് RSSകാർ വരും, വിശ്വ ഹിന്ദു പരിഷത്തുകാർ വരും, ക്ഷേത്ര സംരക്ഷണ സമിതിക്കാർ വരും, ബാലഗോകുലക്കാർ വരും, BJPക്കാർ വരും, മിക്കവാറും SNDPക്കാരും NSSകാരും കുറച്ചു പേരെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി അല്ലെങ്കിലും അവർ വരും, മാതൃസമിതികൾ വരും, സേവാഭാരതിക്കാർ വരും. ആൾക്കാർ ക്ഷേത്ര പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ക്ഷേത്ര പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ പൈസ തരാൻ ഒരു തരത്തിലും അവർക്ക് റിലക്റ്റൻസി ഉണ്ടാവില്ല, അവർക്കൊരു വിഷമം ഉണ്ടാവില്ല, അവർ തരും. ക്രിസ്ത്യൻസ് പ്രത്യേകിച്ചും എത്ര വേണമെങ്കിലും തരാൻ തയ്യാറായിരിക്കും. അങ്ങനെ ഉള്ള മാറ്റത്തിന് നമ്മൾ വിധേയമാകണം. കുറേയധികം ക്ഷേത്രങ്ങൾ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. 1990-91 കാലയളവിൽ 18,000 ക്ഷേത്രങ്ങളിലാണ് കേരളത്തിൽ വിളക്ക് വെപ്പും നിവേദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2018 ആയപ്പോൾ 2018, 2019 ആയപ്പോൾ 42,000 ക്ഷേത്രങ്ങൾ, എല്ലാ പുതിയ ക്ഷേത്രങ്ങളും പഴയ ക്ഷേത്രങ്ങൾ പുതുക്കി പണിയലും എല്ലാമായിട്ട് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 44,000 ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്, ചെറുതും വലുതുമായിട്ടുള്ളത്. എല്ലാ മഹാക്ഷേത്രങ്ങളാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം നല്ല രീതിയിൽ നമുക്ക് മാറ്റം വരുത്താം. ധാരാളം കമ്മ്യൂണിസ്റ്റുകാർ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ടുണ്ട്. പലപ്പോഴും അവർ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാവുമ്പോൾ ഭാരവാഹികൾ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ലോക്കൽ കമ്മിറ്റി കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ക്ഷേത്രത്തെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഏതായാലും അതിലും കൂടി ശ്രദ്ധിക്കാൻ, ദുരുപയോഗം ചെയ്യാതെ ക്ഷേത്രത്തെ ചൈതന്യവത്തായിട്ട് നിലനിർത്താനും നല്ല രീതിയിൽ ക്ഷേത്രത്തെ കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചാൽ നമുക്ക് വലിയ ഒരു സോഷ്യൽ വർക്കിൻ്റെ വലിയൊരു യജ്ഞമാക്കി അതിനെ മാറ്റാം. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത്, ആ ക്ഷേത്രം ക്ലീൻ ആൻഡ് നീറ്റാക്കി വയ്ക്കുക. പലപ്പോഴും അത് ക്ലീൻ ചെയ്യാൻ, മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യാൻ 100, 2,000, 3,000, 4,000 രൂപ വരും. അത് ആരെങ്കിലുമൊക്കെ സംഭാവന തരും. അവിടെയുള്ള പുല്ലുകളൊക്കെ വെട്ടിയിട്ട് വേസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് വിളക്കുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും എല്ലാം കൂടി ഒരുമിച്ച് കർസേവ മാതിരി ആൾക്കാർ ചെയ്യുകയാണെങ്കിൽ യുവാക്കളും ഹെൽപ്പ് ചെയ്യാൻ വരും. അല്ലെങ്കിൽ പെയ്ഡ് ആണെങ്കിൽ പോലും 10,200, 12,000, 3,000 രൂപ കൊടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. നമ്മളുടെ ക്ഷേത്രങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ധാരാളം ഭക്തന്മാർ വരുന്നുണ്ട്. അവർ ക്ഷേത്ര കാര്യങ്ങൾക്ക് പൈസ ചോദിച്ചാൽ തരാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റത്തിന് ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ ഇപ്പോൾ പാറശാലയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പഴയ അവസ്ഥകൾ അറിയണമെങ്കിൽ പഴയ ആൾക്കാരോട് ബന്ധപ്പെട്ടാലേ അറിയുള്ളൂ. ഇപ്പോൾ നല്ല രീതിയിൽ പാറശാല ക്ഷേത്രം പോകുന്നുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ വലിയ വലിയ ഇൻപുട്ടുകളും എല്ലാം ഉണ്ട്. ഈ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രണാമം, നമസ്കാരം.